ഞാൻ ഒരു വിക്റ്റിമായ ഒരു വ്യക്തി വന്ന് പബ്ലിക്കിലൊരു വീഡിയോ ആവട്ടെ. വിക്റ്റിമോ? ഏത് വകുപ്പിലാണ് സജ്ന നൂർ വിക്റ്റിമായത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും. ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-ക്കും ഒരു മണിക്ക് ഇടയ്ക്ക് ഒന്നുകൂടെ പറയിക്കാത്. രണ്ടാം മാസം 15-ാം തീയതി ദിയാസന പറഞ്ഞ രജിസ്റ്ററിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 13, 14, 15, 16 തീയതികളിൽ വളരെ കൃത്യമായിട്ട് നീല മഷി കൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. മാത്രമല്ല ഓരോ എഴുത്തിൻ്റെയും ഗ്യാപ്പ് നിങ്ങൾ നോക്കണം. ഈ ഒരു ഡേറ്റ് മാത്രം, അതായത് ദിയാസന പോയി എന്നത് നമ്മളെ സംബന്ധിക്കുന്ന കാര്യമായിട്ടല്ല, സംശയം തോന്നിയപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഒരു ഡേറ്റ് 15/2/2026 എന്നുള്ള ഡേറ്റ് ഒരു കറുത്ത മഷിയിലാണ് രേഖ. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സജ്ന നൂർ ആൻഡ് ഫാമിലിയാണ് നമ്മൾ വീഡിയോയുടെ ടോപ്പിക്ക്. ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു വിഷയം താല്പര്യമില്ലാത്തവർക്ക് ഇപ്പം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം. അതല്ല, നിങ്ങൾ ഈ ഒരു വിഷയം ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. ഞാനിന്ന് സൺഡേ ആയിട്ട് രാവിലെ ഈ പല ആൾക്കാരും എനിക്ക് ഇന്നലെ സായി പുറത്തു വിട്ടുള്ള കുറച്ച് വോയിസ് ക്ലിപ്സ് ഉണ്ട്. പല ആൾക്കാരും ഇത് റിയാക്ട് ചെയ്തിരുന്നു. ഇതെനിക്ക് അയച്ചു തന്നു. ഞാൻ പറഞ്ഞു എനിക്കതിലൊന്നും പറയാനില്ല. നമുക്ക് ആ ഒരു വോയിസ് ക്ലിപ്പുകൾ കാണുന്ന സമയത്ത്, ആ റോഷിനിയോ ആ ലേഡിയുടെ വോയിസ് ക്ലിപ്പ് കാണുന്ന സമയത്ത് നമുക്കതിലൊന്നും പറയാനില്ല. പിന്നെ വെറുതെ വോയിസ് പ്ലേ ചെയ്യിച്ച് അനങ്ങാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നാമത് ഈ വിഷയവും ബോറടിച്ചു കഴിഞ്ഞു. കാര്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ ചെയ്യാന്നുള്ള കണ്ടീഷനിൽ ഇരിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബിഗ് ബോസിലൂടെയാണ് ഈ ടീമിനെ കറഞ്ഞിട്ടുള്ളത്. ഈ സജ്ന നൂറിനൊക്കെ, സജ്നയും മറ്റേ ഭർത്താവ് ഫിറോസ്, പിന്നെ റസൂൽ പൂക്കുറ്റി, ഓസ്കാർ, ഈ ഒരു കണ്ടീഷനിൽ അറിഞ്ഞിരുന്നത്. അപ്പോൾ ഇവരൊക്കെ റിയൽ ലൈഫിൽ എത്രത്തോളം തരം താണ്, എത്രത്തോളം അധപ്പതിച്ച് ജീവിക്കുന്നവരാണെന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അവരുടെ വോയിസ് ക്ലിപ്പിലൂടെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി ഒന്നും പറയാനില്ല. ഇനി എല്ലാം തെളിയിക്കാനുള്ളത്. ഇന്ന് രാവിലെ സജ്നയുടെ വീഡിയോയിൽ ഒരു ആരോപണം വന്നു ദിയാസനയ്ക്കെതിരെ. ഫെബ്രുവരി 15-ാം തീയതി 12-ന് 1 മണിക്ക് ഇടയ്ക്ക്, മറ്റേ ജോർജ് കുട്ടി മറ്റേ ദൃശ്യത്തിലൊക്കെ പറഞ്ഞ മാതിരി ഫെബ്രുവരി 15-ാം തീയതി 12-ന് 1 മണിക്ക് ഇടയ്ക്ക് വീട്ടിൽ മറ്റുള്ള ആൾക്കാരായിട്ട് വന്നിട്ട് ചില MD പോലത്തെ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അലിഗേഷൻ വന്നു. ഇത് കണ്ട സമയത്ത് തോന്നി ഈ അമ്മ കുറേ ദിവസമായിട്ട് അലിഗേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ കുറച്ചും കൂടി വ്യത്യാസം എന്താ വെച്ചാൽ ഒരൊക്കത്ത് രമേശ് ചെന്നിത്തലനെയും മറ്റേ ഒക്കത്ത് VD സതീശനെയും പിടിച്ച് കൊടുത്തിരുത്തിയിട്ടുണ്ട്. അല്ലാതെ വേറൊരു വ്യത്യാസമില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ട സമയത്ത് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യേണ്ട, ഒന്നും പ്രതികരിക്കാനും നമുക്കൊന്നും പറയാനില്ല എന്നുള്ള കണ്ടീഷൻ നിൽക്കുക. പക്ഷേ കുറച്ച് മുന്നേ, അതായത് 1.5 മണിക്കൂർ മുന്നേ ദിയാസന ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു കാര്യം ദിയാസന പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ 15-ാം തീയതി, ഫെബ്രുവരി 15-ാം തീയതി ശരിക്കും ദൃശ്യം നിങ്ങൾ ഓഗസ്റ്റ് 2-ാം തീയതി നിങ്ങൾ എവിടെ പോയിരുന്നു, ഞങ്ങൾ ധ്യാനത്തിന് പോയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ബില്ലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണ്ടല്ലോ. അതേപോലെ ദിയാസന ഇതിന് ഒരു അനാഥാലയത്തിലെ വൃദ്ധസദന ഏതോ സ്ഥലമുണ്ട്, അവിടെ അവിടെ ചെന്നിട്ടുണ്ട്. ഫെബ്രുവരി 15-ാം തീയതി അവിടെ ചെന്നു എന്ന് പറഞ്ഞ രീതിയിൽ കാണിക്കുന്ന ചില രേഖകളിൽ എനിക്ക് ചെറിയ സംശയം തോന്നി, അപാകത ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ദിയ ഇതുവരെ ഒരു ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും മുന്നോട്ട് പോയിട്ടില്ല. പിന്നെ അവർ ടെസ്റ്റ് ചെയ്യാതിരിക്കുക അതൊന്നും നമ്മളെ വിഷയമല്ല. നമ്മളുടെ മെയിൻ കൺസേൺ ഇങ്ങനത്തെ കാര്യങ്ങളിൽ വന്നിട്ടുള്ള, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഒന്ന് ഫിറോസിൻ്റെ ആ ഒരു പ്രായപൂർത്തിയാവാത്ത കുട്ടിയുടെ വിഷയം. ഇതുവരെ ആരും ഒന്നും സീരിയസ് ആയിട്ട് അതിനെതിരേക്ക് ഇറങ്ങി കാണുന്നില്ല. രണ്ടാമത്തെ കാര്യം, ലഹരി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നമുക്കറിയാം നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനെ അത്രയധികം ബാധിക്കുന്നൊരു വിഷയമായിട്ടും, പ്രത്യേകിച്ച് UDF ഗവൺമെൻറ് വന്നതിന് ശേഷം അവരുടെ ഭാഗത്തുനിന്ന് ഓപ്പറേഷൻ തൂഫാൻ ഇത്ര സീരിയസ് ആയിട്ട് നടക്കുന്ന സമയത്തും ഇതിനൊക്കെ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് സംസാരിച്ചിട്ടുള്ള, ഇതിന് കൂടെ നിന്നിട്ടുള്ള ദിയാസന പോലൊരു വ്യക്തി, അവർക്ക് അത്രയും അഗെയിൻസ്റ്റ് ആയിട്ട് ഇതുപോലത്തെ അലിഗേഷൻസ് അവർ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഡിസ്കഷൻ സോഷ്യൽ മീഡിയയിൽ എവറി കോണ്ടന്റ് ക്രിയേറ്റർ റിലേറ്റിംഗ് ടു ഡീലിംഗ് വിത്ത് ഇതുപോലത്തെ ടോപ്പിക്സ് ഒക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് സംസാരിച്ചിട്ടും ഇവർ ഇതുവരെ അതിനെക്കുറിച്ച് യാതൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമുക്കിത് വെറും ഒരു ടൈം പാസ് സംസാരം പോലെ ആയിക്കഴിഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിൽ ഇൻട്രസ്റ്റ് എനിക്ക് പോയത്. പക്ഷേ ഇന്നിപ്പോൾ ദിയ കൊണ്ടുവന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതിൽ ചില സംശയങ്ങളുണ്ട്. അതിന് ആദ്യം സജ്ന പറയുന്ന ചെറിയൊരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ പ്ലേ ചെയ്യാം. കുറച്ച് സ്പീഡിലിട്ടാണ് പ്ലേ ചെയ്യുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ ചില സംശയങ്ങളുണ്ട്. രണ്ടാമത്തത്, അതിന് ദിയാസനയുടെ റെസ്പോൺസ് ഉണ്ട്. പിന്നെ വീഡിയോയിൽ കിടക്കാം. ആസ് യൂഷ്വൽ ഇവരുടെ വീഡിയോ 2 ദിവസമായിട്ട് നമ്മൾ ഭയങ്കര ഒരു കോമഡി രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. അതങ്ങനെ ആയി മാറിക്കഴിഞ്ഞു. ബിക്കോസ് ദേ ഷുഡ് റിയലൈസ് അവരുടെ ജീവിതം മറ്റുള്ള ഒരു തേർഡ് പാർട്ടിക്ക് കോമഡി ആയി കഴിഞ്ഞാൽ ആ നിമിഷം ആ പരിപാടി ഒരു നിർത്തുക എന്നുള്ളത്. ഏറ്റവും കൂടുതൽ നമ്മളെ ജീവിതം പുറത്തേക്ക് കാണിച്ചിട്ട് ഓരോ മനുഷ്യൻ പരിഹസിക്കുക, ചിരിക്കുക, കളിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ടൈം ടു റിയലൈസ് ദാറ്റ് നമ്മൾ അത്രയും മോശമായിട്ടുള്ള അവസ്ഥയിലാണെന്നുള്ളത് മനസ്സിലാക്കി നിർത്തുകയാണ് നല്ലത്. പോട്ടെ, എന്തായാലും അവർ നിർത്താത്തോളം കാലം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീഡിയോയിൽ കിടക്കാം, ഞാൻ പ്ലേ ചെയ്യാം. പിന്നെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്ത് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.
ഓവർ ടു സജ്ന നൂർ. ഇന്ന് വളരെ സജ്നയൊക്കെ ഉള്ളിൽ കളിയാക്കിയിട്ടാണ്. ഇന്ന് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് നോക്കാം, ട്രൈ ചെയ്യാം, നോക്കാം വീഡിയോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിനും DGP സാറിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സർ, അവർക്ക് വേണ്ടിയിട്ടോ? അവർ കാണാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? ആയിക്കോട്ടെ, ആർക്കെങ്കിലും വേണ്ടിയിട്ട് ചെയ്യും. UDF ഗവൺമെൻറ്റിൻ്റെ ഒരു അധോഗതി ആലോചിച്ച് നോക്കാം. ഞാൻ ഇതുപോലത്തെ കേസുകൾ എടുക്കേണ്ടി വന്നല്ലോ. ഇതുവരെ ഞാൻ ഒരു വിക്റ്റിമായ ഒരു വ്യക്തി വന്ന് പബ്ലിക്കിലൊരു വീഡിയോ ആവട്ടെ. വിക്റ്റിമോ? ഏത് വകുപ്പിലാണ് സജ്ന നൂർ വിക്റ്റിമായത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. മിസ്റ്റർ, നിനക്ക് മുരളി ഗോപി കയറി വന്ന് ഇടയ്ക്ക്. മിസ്റ്റർ, നിങ്ങളെ എനിക്ക് മിസ്സസ് നിങ്ങളെ എനിക്ക് മനസ്സിലാവുന്നില്ല. സിദ്ദിഖിനോട് പറഞ്ഞാൽ ഏത് വകുപ്പിലാണ് നിങ്ങൾ വിക്റ്റിം? നിങ്ങൾ എന്താണ് ഈ പറയണത്? നിങ്ങൾ വിക്റ്റിം എന്നൊക്കെ പറയണ്ടല്ലോ. ആ ഇരുത്തക്കര ഷോളൊക്കെ ഇട്ട് വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിക്റ്റിമാ? അത് ശരി, ഞാൻ മാത്രമാണോ, എനിക്ക് മാത്രമാണോ തോന്നിയത്? നിങ്ങൾ പറയൂ, ഇവർ ഏത് വകുപ്പിലാണ് വിക്റ്റിമാവുക? വിക്റ്റിമാണത്രേ, വിക്റ്റിമേ. പോലീസ് സ്റ്റേഷനിലാവട്ടെ, ഓപ്പറേഷൻ തൂഫാനായിട്ടുള്ള അവരുടെ കോൺടാക്റ്റിലാവട്ടെ, ഇതിലെല്ലാം ഞാൻ വിളിച്ച് ഒരു വിക്റ്റിമായ ഒരു വ്യക്തി വിളിച്ച് തെളിവ് സഹിതം കേരളത്തിലെ നമ്പർ 1 വനിതാ ഡീലറായ ദിയാസനയ്ക്കെതിരെ ഒരു ഈ ടി വിൻ്റെയും ഇതിൻ്റെയൊക്കെ ഇത് പറഞ്ഞാൽ നമ്പർ 1 ഡീലർ, സോണി TV-യുടെ നമ്പർ 1 ഡീലർ, ടാറ്റ കാറുകളുടെ നമ്പർ 1 ഡീലർ, ടൊയോട്ട കാറുകളുടെ നമ്പർ 1 ഡീലർ, അതേമാതിരി ഡ്രഗിൻ്റെ നമ്പർ 1 ഡീലർ. ഇതാരതൊക്കെ? പോട്ടെ, എന്തായാലും ബിൽഡപ്പണി എല്ലാം മാത്തമാറ്റിക്സ്. പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. നാളിതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. അവരെ ചെക്ക് ചെയ്യണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ് സർ. അതുകൂടാതെ ഇപ്പോൾ എൻ്റെ പേരിലും കുറേ അലിഗേഷൻ വരുന്നുണ്ട്, ഞാനും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. സർ, എന്നെയും പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത് എനിക്ക് വേറൊരു മാർഗ്ഗമില്ലാതെയാണ്. കാണാത്തവർക്കായിട്ട് ഞാൻ ആ ഡയലോഗ് വീണ്ടും ഒന്നുകൂടി പറയും. ഏത് കാബൂളിവാല സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഇവിടെ വന്ന് നോക്കൂ സാർ, അടുക്കളയ്ക്ക് വിളിച്ച് ശങ്കരാടി വിളിച്ചോണ്ടോ ഇല്ലേ, ഇവിടെ വന്ന് നോക്കൂ, കട്ടിൻ്റെ അടിയിൽ നോക്കൂ, ഇതിൽ ഞാൻ 2 കൊല പഴിപ്പിക്കാൻ വെച്ചിട്ട് പോലീസുകാരനെ വിളിച്ചു കൊണ്ടിരില്ലേ കാബൂളിവാല, അവസാനം കുടുങ്ങും. അതുപോലെ എല്ലാവരെയും, കാരണം ഇവരെ കുടഞ്ഞു കഴിഞ്ഞാൽ മൂക്കുന്നത് വീഴുന്നുള്ളൊരു സാധനം കണ്ടു. അങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഇവർക്കെതിരെയൊക്കെ അലിഗേഷൻസ് വന്നത്. അലിഗേഷൻസ് ആണ് കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ രാവിലെ വന്നിട്ടുള്ള ആ വോയിസ് ഞാൻ കേട്ടാലും മര്യാദയ്ക്കുള്ളൊരു ജീവിതം എന്നല്ല ഇവരൊന്നും നയിക്കുന്നുള്ള വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ വീഡിയോ ചെയ്യുന്നത് സാറിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിൽ, ഞാനൊരു വിക്റ്റിമാണ്. എൻ്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15-ന് കുറച്ച് ഫ്രണ്ട്സുമായിട്ട് വന്നിട്ട് ദിയാസനയും ഒരു പയ്യനും കൂടി ഈ MDM യൂസ് ചെയ്തത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും ആ നിമിഷം എനിക്ക് വല്ലതും പെന്നും പേപ്പറും എടുത്ത് എഴുതി വെച്ചോളൂ കേട്ടോ. കാരണം എന്താ അറിയോ, ഇതൊക്കെ PSC അടക്കം ചോദിക്കും. ദിയാസന സജ്ന നൂറിൻ്റെ വീട്ടിലേക്ക് പോയത് ഏത് തീയതി, എത്ര സമയം? കാരണം അത്രയും ഭയങ്കര ഗൗരവത്തോടു കൂടിയാണ് ഈ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. ചെയ്യണമെന്ന് അറിയാതെ പേടിച്ച് വല്ലാത്ത അവസ്ഥയിൽ നിന്നും അത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാതെ എങ്ങനെയെങ്കിലും ഇവരെ പറഞ്ഞയച്ചാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നിന്നപ്പോൾ പോലും എന്നെയും നിർബന്ധിച്ചു. എൻ്റെ കൂടെ ബിഗ് ബോസ് താരമായിട്ടുള്ള കുറച്ച് അവരെയും നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു ഇവർ. ഞാനതിന് തടസ്സം പറഞ്ഞു, എതിര് പറഞ്ഞു, ഞാൻ മാറി. അതിനുശേഷം അന്ന് അങ്ങനെ അങ്ങ് പോയി അവർ. അതിനുശേഷം വീണ്ടും ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരികയാണ് കുറച്ച് പേര് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെതിരെ ഞാൻ എതിർത്തത് കൊണ്ട് പുള്ളിക്കാരിക്ക് എൻ്റെ അടുത്ത് ദേഷ്യവും എൻ്റെ പേഴ്സണലായിട്ടുള്ള വീഡിയോസും വോയിസ് റെക്കോർഡും എല്ലാം വെളിയിലിട്ട് ഇത് വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തുമെന്നുള്ള കുറേ ഭീഷണിയുമായിട്ടാണ് അവർ വന്നത്. ദയവ് ചെയ്ത് സാർ, ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ സാർ, ഞങ്ങൾ രണ്ടുപേരെയും പരിശോധിക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയ വനിതാ ഡീലറിനെ ആയിരിക്കും സാർ ഇത് കാരണം നമ്മുടെ കേരളത്തിന് തന്നെ കിട്ടുന്നത്. സാർ, ഇതുപോലത്തുള്ള തെളിവ് ഇതെന്താണത്, സ്പോർട്സ് മറ്റേ പരിപാടിയോ? ഇതിനോടുകൂടി കിട്ടുന്നത്, കേരളത്തിന് കിട്ടുന്നത് വലിയ ഡീലറിനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയമാണ് കേട്ടോ. പക്ഷെ ഇതിങ്ങനെ കോമഡിയാക്കി ചളാക്കി. ചിലപ്പോൾ ഒരു പക്ഷേ MDM പോലും ജീവിതത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല എനിക്ക് ഇങ്ങനൊരു ഗതി വരും എന്നുള്ളത്. ഓപ്പറേഷൻ തൂഫാൻ അനൗൺസ് ചെയ്യുന്ന സമയത്ത് UDF ഒരിക്കലും പ്രതീക്ഷ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു കോമഡി എലിമെൻ്റ് ആക്കിയിട്ട് ഇതിനെ ചിത്രീകരിക്കുന്നുള്ളത്. വന്ന് ഒരു വിക്റ്റിമായ ഒരാൾ വന്ന് പറയുമ്പോൾ അത് നിയമ നടപടികൾ എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സാർ നിങ്ങളോട്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് നടത്തുന്ന നമ്മളുടെ കേരളത്തിനായാലും മറ്റൊരു മാതൃകയാവണം സാർ ഇത്.
ഇത് തെളിവ് സഹിതം പുള്ളിക്കാരിയെ ചെക്ക് ചെയ്താൽ പുള്ളിക്കാരി ഇത് ഡീൽ ഉപയോഗിക്കുന്നുണ്ടെന്നും അവരെ അറസ്റ്റ് ചെയ്താൽ തെളിഞ്ഞതിന് ശേഷം അവരെ അറസ്റ്റ് ചെയ്താൽ പല ഡീലേഴ്സിനെയും പൊക്കാമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്കാവട്ടെ പല നല്ല നല്ല ആൾക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സർ ഇത് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇത് ഞാൻ എൻ്റെ അവസാന വീഡിയോ ആയിരിക്കും. ഇനി ഞാൻ ഇതിൻ്റെ പുറകെ നടക്കാൻ ഞാൻ എന്നെക്കൊണ്ട് മാക്സിമം കഴിയുന്ന എന്നാൽ ഒരു പെണ്ണിനെ കൊണ്ട് കഴിയുന്ന ഒരു വിക്റ്റിമായ ഒരാൾ ഇതിന് മാക്സിമം ഞാൻ സംസാരിച്ചിട്ടുണ്ട് സർ. ഇനിയെങ്കിലും ഞാൻ ഇത് നിങ്ങൾ നിയമപടി എടുക്കുമെന്ന് ഈ നാടിനെ നന്നാക്കുമെന്നും ഇതുപോലുള്ള ആൾക്കാരെ പിടിച്ച് അതിനെ നിയമവശമായി കൊണ്ടുവരുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിത് സംസാരിക്കുന്ന സംസാരം പോലും എന്നെ ഇപ്പോൾ ഭ്രാന്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ. അതുപോലെ തന്നെ എനിക്കും പേടിയുണ്ട് സർ. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുവെക്കുമോ, വീട്ടുകാർക്ക് അപകടം വരുമോ, എനിക്ക് ഭയങ്കര പേടിയുണ്ട് സർ. അതുകൊണ്ട് ദയവായി സർ നിങ്ങളൊരു നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സർ. സാർ, ഈ ഒരു വീഡിയോ സതീശൻ സാർ, രമേശ് ചെന്നിത്തല സാർ കാണുമെങ്കിൽ പ്ലീസ് ഇവർക്ക് വേണ്ടിയിട്ട് ഞാനും അപേക്ഷിക്കുകയാണ്. ദയവേദി എന്തെങ്കിലും, കാരണം ഇത്ര അധികം ഒരു സ്ത്രീകൾ ഈ ഓൺലൈനിൽ വന്നിട്ട് ഇത്ര അധികം സ്ത്രീ ലക്ഷോപലക്ഷം കോടാനുകോടി മലയാളികൾ കാണാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിന് മുന്നിൽ ഒരു മലയാളിയായിട്ടുള്ള സ്ത്രീ ഇങ്ങനെ അപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ ഒരു സ്ത്രീക്ക് നമ്മൾ മലയാളി എന്നുള്ള കണ്ടീഷനിൽ വരേണ്ട ആവശ്യമില്ല. അവരുടെ അപേക്ഷ അവരെങ്ങനെയെങ്കിലും അവരുടെ അപേക്ഷ ഇനി വേറൊന്നും നടന്നില്ലെങ്കിലും വേണ്ടില്ല, അപേക്ഷ കൈക്കൊള്ളണം. ഇനി ഇതിന് മറുപടിയായിട്ട് ദിയാസനയുടെ ഒരു വീഡിയോ ഉണ്ട്. ഈ വീഡിയോയിൽ ദിയാസന ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുന്ന അവിടെ രജിസ്റ്റർ പരിശോധിക്കുന്നുണ്ട്. ആ രജിസ്റ്ററാണ് നമ്മളുടെ ഇന്നത്തെ ഐറ്റം. കാണാം. ഹലോ, ഹായ് എവ്രിവൺ. ഞാനിപ്പോൾ ഉള്ളത് വെഞ്ഞാറമൂടുള്ള സ്നേഹസ്പർശം എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. സജനയ്ക്ക് ഈ സ്ഥലം അറിയായിരിക്കുമല്ലേ? സജന അറിയില്ല എന്ന് പറയരുത്, സജനയ്ക്ക് പ്രത്യേകം അറിയാം ഈ സ്ഥലം. കാരണം സജന ഇവിടെ വന്നിട്ടുണ്ട്, സജനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാനസികാരോഗ്യം വെല്ലുവിളികളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് അമ്മമാർ നിൽക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് ജലീലിക്കയും സുജിയാണ്. അപ്പോഴേ ബാക്കി കാര്യങ്ങൾ അവർ പറയും. എൻ്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15 തീയതി 12-നും 12:30 ഒരു മണിക്ക് ഇടയ്ക്കാണ് നീ ഈ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. കാരണം എന്തോ ഇനി ഈ അമ്മമാരുടെ പ്രാർത്ഥനയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി കാര്യങ്ങളെല്ലാം ഇക്ക പറയും. നിങ്ങളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. ദിയാസന സംസാരിക്കുന്നതിൻ്റെ ബാക്കിൽ CCTV ഉണ്ട്. അവിടെ വളരെ കൃത്യമായിട്ടൊരു കാര്യമുണ്ട്, CCTV ഉണ്ട്. CCTV ഉള്ളത് കൊണ്ട് തന്നെ വിഷ്വൽസ് ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എനിക്ക് തോന്നിയൊരു സംശയമുണ്ട്. ആ ഒരു CCTV ഉള്ളത് കൊണ്ട് അത് ഹൈഡ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം, പ്രൊവൈഡഡ് ആ ഫുട്ടേജ് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇതൊക്കെ സീരിയസ്ലി പോലീസിലേക്ക് എത്തുക ഒരു അന്വേഷണം വരുമെന്ന് എനിക്കറിയില്ല. ഇത് നാട്ടുകാരോട് ഇങ്ങനെ വിളിച്ച് പറയാനുള്ള കേസാണോ എന്ന് നമുക്കറിയില്ല. നോക്കാം. നമസ്കാരം, എൻ്റെ പേര് ജലീൽ എന്നാണ്. ഞാൻ നമ്മുടെ സ്നേഹസ്പർശം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻ്റർ നടത്തുന്ന ആളാണ്. അപ്പോൾ ഇന്ന് പുലർച്ചയോടുകൂടി ഞാൻ ഈ സജിന എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ദിയാസനയുടെ വാട്സപ്പിലേക്ക് നോക്കിയപ്പോൾ ഓൺലൈനിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടനെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിയാസന ഈ 2-ാം മാസം 2 പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്നിട്ട് ഏകദേശം ഒരു ദിവസം ഫുൾ. അത് വലിയൊരു കോയിൻസിഡൻസ് ആണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതുപോലത്തെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വീക്ഷിക്കുക. ഒരു പക്ഷേ സജ്ജനയൊക്കെ പരിചയമുണ്ടായിരിക്കാം. അതിൽ സജ്ജനയുടെ വീഡിയോ കാണുന്നു. അതിൽ 15/2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് അവർ പറയുന്നു. ആ സമയത്ത് ഫെബ്രുവരി എന്ന് ഇവർ ഓർക്കുന്നു. അത് കാണുന്ന സമയത്ത് ദിയാസനെ വാട്സാപ്പിൽ ഓൺലൈനായി കാണുന്നു, വിളിച്ച് പറയുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ അത്രയും നമുക്കറിയില്ല കേട്ടോ, സംശയമാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അന്ന് എറണാകുളത്തോ മറ്റോ പോകാനുണ്ട്, വരുന്ന വണ്ടി എന്തോ ഡിലേ ആണെന്നോ ഒക്കെ പറഞ്ഞു. അത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. 9-ാം തീയതി 2-ാം മാസം 9-ാം തീയതി വന്നിട്ടുള്ളത് സൽമാൻ മേഘ, ഇവരുടെ വിവാഹ വാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ആർട്ടിസ്റ്റുകളാണ്. അതെ. പിന്നെ 2-ാം മാസം 15-ാം തീയതി ദിയാസന. ഒന്നുകൂടെ പറയിക്കാതെ. 2-ാം മാസം 15-ാം തീയതി ദിയാസന അന്ന് യെസ്. അപ്പോൾ 15-ാം തീയതി ദിയാസന അവിടെ വന്നിട്ടുണ്ട്. അവർ റൂമിൽ ചെന്നു എന്നാണ് സജന പറഞ്ഞിട്ടെങ്കിൽ 15/2 ഒരു രജിസ്റ്ററാണ് കാണിക്കുന്നത്. ശരിയാണ്. 9 കഴിഞ്ഞാൽ മറയ്ക്കുന്ന സമയത്താണ് ഈ 15 വരുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് ലൈനിൽ അടുത്ത ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് സംശയം തോന്നാൻ കാരണം എന്താ അറിയോ? ഈ ഒരു സ്ക്രീൻഷോട്ടിൽ നിങ്ങൾ നോക്കൂ. ഈ 14/2 ഈ 13/2 എഴുതിയിട്ടുണ്ട്, 14/2 15/2 ഈ പിന്നെ 16/2 ഇതെല്ലാം എഴുതിയിരിക്കുന്നത് ഒറ്റ പെന്നിൻ്റെ കളറല്ലേ, അതായത് ബ്ലൂ ഇങ്ക് ആണല്ലോ അല്ലേ. ദിയാസന 15/2/2026 അവിടെ പോയിട്ടുണ്ടെങ്കിൽ 14-ാം തീയതി 15-ാം തീയതി എഴുതിയിട്ടുണ്ട്, പോയിട്ടുണ്ട് അവിടെ ഈ പറഞ്ഞ
രജിസ്റ്ററിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 13, 14, 15, 16 തീയതികളിൽ വളരെ കൃത്യമായിട്ട് നീല മഷി കൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. മാത്രമല്ല ഓരോ എഴുത്തിൻ്റെയും ഗ്യാപ്പ് നിങ്ങൾ നോക്കണം. ഈ ഒരു ഡേറ്റ് മാത്രം, അതായത് ദിയാസന പോയി എന്നത് നമ്മളെ സംബന്ധിക്കുന്ന കാര്യമായിട്ടല്ല, സംശയം തോന്നിയപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഒരു ഡേറ്റ് 15/2/2026 എന്നുള്ള ഡേറ്റ് ഒരു കറുത്ത മഷിയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ആ ഒരു സ്പേസും കുറവാണ്. എനിക്കറിയില്ല കേട്ടോ, ഇതൊന്നും നമ്മൾ അത്ര ഗൗരവമായിട്ട് കാണണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാനിത് ഈ വീഡിയോ ഒരു പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ടത് കൊണ്ട് എൻ്റെ ഒരു സംശയം വളരെ മാന്യമായി ചോദിക്കുന്നു മാത്രം. പല ആൾക്കാരും കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കണ്ടു. ഞാൻ ഒറ്റയടിക്ക് കണ്ടപ്പോൾ തന്നെ നോക്കിയപ്പോൾ എനിക്ക് സംശയം തോന്നിയതാണ്. സംശയം കേട്ടോ, ജസ്റ്റ് സംശയം. ഞാൻ നിങ്ങളെ ഇവരൊന്നും അവിശ്വസിച്ച് പറയുന്നില്ല. നിങ്ങൾക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെളിയിക്കേണ്ടത്. ഈ വിഷയം നമുക്ക് ഒരു തെളിയിക്കാതിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളൊരു വീഡിയോയിൽ ജസ്റ്റ് ഒരു കോണ്ടന്റ് പോലെ സംസാരിച്ച് പോകുന്ന സമയത്ത്, പക്ഷേ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് എന്തുകൊണ്ടാണ്? അവർ മാത്രം കാണാനാണെങ്കിൽ അവർ തമ്മിൽ സംസാരിച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ അധികാരികൾക്ക് മുന്നിൽ വരാമെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ സംസാരിച്ചാൽ മതി. ഇത് മറ്റുള്ളവരും കൂടി കാണാൻ വേണ്ടി, ഈ ടോപ്പിക്ക് ഹാൻഡിൽ ചെയ്യുന്നവരും പിന്നെ നിഷ്കളങ്കരായിട്ടുള്ള ഇതിലൊന്നും ബാധിക്കാത്ത ആൾക്കാരൊക്കെ കണ്ടൊറ്റ കാര്യം കൊണ്ടായിരിക്കണമല്ലോ ഒരു പക്ഷേ ഈ ഒരു കാര്യം കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് കണ്ട സമയത്ത് ഉള്ള സംശയമാണ്. നോക്കൂ, 15/2 എന്ന് എഴുതിയിട്ടുള്ള സാധനം കറുത്ത മഷിയാണ്, ഇത് ബ്ലൂ ഇങ്കാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ എൻ്റെ കുറച്ചും കൂടി ബാക്കിലേക്ക് കാണിക്കാം. രണ്ടാം മാസം 15-ാം തീയതി പിന്നെ ദിയാസന അന്ന് തലേദിവസം വാലന്റൈൻസ് ഡേ ആയിരുന്നു. അപ്പം വരാൻ പറ്റിയില്ല, അമ്മമാരെ കാണണമെന്നും പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ എറണാകുളത്ത് എവിടെ പോകണമെന്നും പറഞ്ഞിട്ടൊക്കെയാണ് നിന്ന് പിന്നെ ഞാൻ ഉറക്കം പറഞ്ഞെന്നും പറഞ്ഞിട്ട് കയറി പോകാൻ പോയി. പിന്നെ വൈഫൊക്കെയാണ് കൂടെ ഇരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇവർ 1:20 മണിയോടുകൂടി പോയി എന്നുള്ളതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. പിന്നെ കൂടാതെ പല സാഹചര്യത്തിലും ആർട്ടിസ്റ്റുകളെയും കൊണ്ട് വരലുണ്ട്. പിന്നെ ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം രാവിലെ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 11 മണി 10 മണി ഈ സമയത്തൊക്കെയാണ് തിരിച്ചു പോകുന്നത്. അത് എന്ത് സുഹൃത്തുക്കളെ കൂടെ വരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 8-9 മണിക്കൂർ ഇവിടെ ഇവർ സ്പെൻഡ് ചെയ്തിട്ടേ പോകാറില്ല. അമ്മമാരുമായിട്ട് ഡാൻസ്, പാട്ട്, അവരെന്തൊക്കെയും ചെയ്യാൻ ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റികളായിട്ട്. ഒരു കാര്യം, ഒരു ഡേറ്റ് പറഞ്ഞു. പിന്നെ ടൈമിൻ്റെ കേസും അവർ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് വന്നു കഴിഞ്ഞാൽ ഇത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടേ പോലെ ഇത് അതൊന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് എന്താ വെച്ചാൽ ആ ഒരു ദിവസം മുഴുവൻ അവരവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കാം, എനിക്ക് ഈ ഒരു സംശയത്തിൽ കണ്ടപ്പോൾ മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവരവിടെ ഉണ്ടായിരുന്നു. അതോടുകൂടി സജ്ന നൂർ പറയുന്നത് പച്ചക്കള്ളമായി മാറി. ഈ 2 പോസിബിലിറ്റി ഉണ്ട്, 50-50 ചാൻസിന് ഞാൻ പറയുന്നു. സജ്ന ഒരു ഡേറ്റ് അലിഗേഷൻ പറഞ്ഞു, അതിന് ക്ലിയർ ആയിട്ടൊരു പ്രൂഫ് കൊണ്ടുവന്നു. പക്ഷേ ഈ പ്രൂഫിൽ ഇതാണ് കുഴപ്പം പറ്റിയത്, ഈ ഒരു ഇങ്കിൻ്റെ ഡിഫറൻസ്. ഇനിയിപ്പോൾ അത് ഫാബ്രിക്കേറ്റ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. ഫാബ്രിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഇങ്ക് കൊണ്ട് തന്നെ എഴുതിയാൽ മതിയല്ലോ. പക്ഷേ ഐ ഡോണ്ട് നോ, ശരിക്കും ദിയാസനയ്ക്കും ഉണ്ടായിരുന്നത് ബന്ധപ്പെട്ട അധികാരികൾ, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം, സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് മാത്രം, ബന്ധപ്പെട്ട അധികാരികൾ അവർ ചെയ്യട്ടെ, പറയേണ്ട ഒരു അലിഗേഷൻ പറയുന്നവർ തെളിയിക്കട്ടെ. നീ വേണമെങ്കിൽ തെളിയിക്കടി എന്ന് പറഞ്ഞാൽ ഒറ്റടിക്ക് ഇരുന്നാൽ പോരെ. അതായിരുന്നു എനിക്ക് തോന്നുക ഒന്നും കൂടി നല്ലതായിരുന്നത്. അല്ല, ഒന്നുമില്ല കേട്ടോ, നമ്മൾ നല്ലത് ചീത്തയും പറയുന്നില്ല, കണ്ടൊരു കാര്യം ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പുള്ളിക്കാർ എൻഗേജ്ഡാണ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുള്ളിക്കാരെ കോൺടാക്ട് ചെയ്തു. ഞങ്ങളിവിടെ ഞങ്ങളുടെ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇനോഗ്രേഷന് വേണ്ടി പുള്ളിക്കാരി ഇൻവൈറ്റ് ചെയ്യാൻ വിളിച്ചു. പുള്ളിക്കാരി ബിസിയാണ്, ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, ഇനി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഞാൻ കൂടിക്കോളാം എന്ന് പറയാം. എപ്പോഴാണ് ഞങ്ങൾ ക്ലോസ് ചെയ്ത് നമ്മൾ. പിന്നെ ഞങ്ങൾ അന്ന് വന്നത് ആ സമയത്ത് സജന വന്നതിന്റെ ഒരു ഇതുണ്ടല്ലോ. അല്ല, സജന ഞാനൊരു കാര്യം പറഞ്ഞു, വളരെ കൃത്യമായിട്ടുള്ള CCTV അവിടെ മുകളിലുണ്ട്. ആ CCTV ഫുട്ടേജ് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. ആ CCTV ഫുട്ടേജിൽ അവിടെ കയറി വരുന്നത് ഡേറ്റിന് സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ 15/2 മുതൽ എത്ര ദിവസം എത്ര ഇരിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എത്ര ദിവസം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. CCTV അവിടെ ഉണ്ട് എന്തായാലും. സജന വന്നതിൻ്റെ വീഡിയോ പിന്നെ ഇപ്പം അന്ന് ഇത്ര ഗൗരവമായതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ CCTV ഒന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കില്ല, എനിക്കറിയില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പോൾ മനസ്സിലാവും സജന ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ പറയാൻ വന്നത്, സജന എന്നെ വെല്ലുവിളിച്ചത് 15-ാം തീയതി 12 മണിക്കും 1 മണിക്കും ഇടയിൽ എൻ്റെ ബ്ലഡ് ടെസ്റ്റോ മുടി ടെസ്റ്റോ എന്നെ ഗവൺമെൻറ്റോ സർക്കാരോ നാട്ടുകാരോ ക്രൂശിച്ച് അടിച്ച് ഇടിച്ച് എന്നെ ഉപദ്രവിച്ച് എന്നെ കൊന്നു കളഞ്ഞ് ഏതെങ്കിലും രീതിയിൽ പരിശോധന നടത്താനാണ്. ഞാൻ പരിശോധിക്കാൻ ഇപ്പോഴും വില്ലിങ്ങാണ്. പക്ഷെ ഒരു കാര്യം പറയാണ്, അവൾ വിളിച്ച ആ ദിവസവും ആ സമയവും ഒക്കെ ഞാൻ നിങ്ങളെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ഇത് ചിലപ്പോൾ ഈ ഇവിടുത്തെ അമ്മമാരുടെ ഒരു പ്രാർത്ഥനയായിരിക്കാം ഇതെന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? ഞാൻ അത്രയും ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇത് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോഴേ റസൂൽ പൂക്കുട്ടിയും സജനയും തമ്മിലുള്ള ചിലപ്പോൾ സത്യമായിരിക്കും കേട്ടോ, അറിയില്ല നമുക്ക്. ഞാൻ ആ ഒരു ഇങ്കിൻ്റെ ആ ഒരു ഇത് കണ്ടോ മാത്രമേ സംശയം പറഞ്ഞു. ഒഫൻസീവായിട്ട് എടുക്കണ്ട, പക്ഷേ സംശയം, ജസ്റ്റ് ഒരു നോർമൽ സംശയം. ആ ഒരു ഇങ്കിൻ്റെ ഡിഫറൻസ്, സ്പേസ് ഒക്കെ കാണുന്ന സമയത്ത് ഇങ്ങനത്തെയൊക്കെ പല കാര്യങ്ങളും പലരും
ഫാബ്രിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇവർ ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കേട്ടോ, നിങ്ങൾ ചെയ്ത് കറക്റ്റായിരിക്കും, പക്ഷേ സംശയം മാത്രമാണ്. അതിൽ നമുക്ക് റോളില്ല, അവർ തമ്മിലുള്ള കാര്യമാണ്. വിഷയം നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഈ ചർച്ച മറയ്ക്കാൻ വേണ്ടിയിട്ട് ദിയാസനയുടെ മേലിൽ ഒരു വലിയൊരു അലിഗേഷൻ, എനിക്കും കുടുംബമുണ്ട്, എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഞാൻ സഹായിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ഈ പഴി മുഴുവനും കേൾക്കുന്നത്. ഞാൻ 2-3 ദിവസമായി പലരും വന്ന് എൻ്റെ അടുത്ത് പല രീതിയിൽ സംസാരിക്കുന്നു. എനിക്ക് പ്രശ്നമില്ല, കാരണം ഞാൻ ഇതുപോലുള്ള വലിയ 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 പ്രതിസന്ധികൾ കടന്നു വന്നവൾ തന്നെയാണ്. എന്നെ കൂട്ടിക്കൊടുപ്പുകാരി, കൂട്ടിക്കൊടുപ്പുകാരി, മറ്റവള്, വേശ്യ, ഈ സമൂഹത്തിന് ഒന്നിനും കൊള്ളാത്തവള്, അങ്ങനത്തവള്, ഇങ്ങനത്തവള്, ഇതൊക്കെ ഞാൻ കുറേ വർഷങ്ങളായി കേൾക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അടിയിൽ ഒരുപാട് സംഘപരിവാർ അജണ്ടകളോട് കൂടിയ ആളുകൾ വന്ന് എന്നെ അങ്ങ് ആക്രമിച്ച്, ഒരു മുസ്ലിം സ്ത്രീ ആയതിൻ്റെ പേരിൽ എന്നെ അങ്ങ് ആക്രമിച്ച്, എൻ്റെ മതത്തെ വച്ചിട്ട് എന്നെ ആക്രമിച്ച് എന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ നിങ്ങൾ എൻ്റെ ജെൻഡറിനെ, എൻ്റെ സെക്ഷുവാലിറ്റിയെ, ഞാനെന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള അറിയില്ല, ഇനിയിപ്പോൾ ഇവരെ പലരും പറയുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഇത് പല കാര്യങ്ങളും ഇതിൽ കൂട്ടിക്കുഴയ്ക്കണം. മതം, രാഷ്ട്രീയം എല്ലാം ഇതിലേക്ക് ഇവർ കൊണ്ടുവരും. ഒരു പക്ഷേ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ 2 പേരുടെയും കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് കൊണ്ടുവന്നിട്ടുള്ള ദിയാസന ടീമാണ്. ഒരു 2 ടീം തമ്മിലുള്ള മാച്ച് വെക്കുന്ന സമയത്ത് ഒന്നും കൂടി സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് കംപ്ലീറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഇവരാണ്. സജിന ശരിക്ക് വിളിഞ്ഞ് ആകതായിട്ടുള്ളൊരു വിഷയത്തിലാണ്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടുന്ന് അങ്ങോട്ട് വെക്കുന്ന കാര്യത്തിനേക്കാളും കൂടുതൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എലിഗേഷൻ വരുമ്പോൾ അത് പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടിലിപ്പോൾ ഈ ഒരു തൂഫാനും പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് തെളിയിക്കപ്പെടേണ്ടത് സമൂഹത്തിൻ്റെയും കൂടെ ഒരു ആവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇതിനൊക്കെ കണക്ഷൻസ് പോകും. എനിക്ക് പോലീസ് കാര്യമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണെങ്കിൽ കോൾ ഹിസ്റ്ററി, അങ്ങനത്തെ പല കാര്യങ്ങളും അല്ലേ, വാട്സാപ്പ് ചാറ്റ്. വ്യക്തിത്വത്തെ ഞാനൊരു കാര്യം പറയാം, ഞാൻ എവിടെയും തോറ്റു പിന്മാറി പോകുന്ന ഒരാളല്ല. ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും, എൻ്റെ മടിയിൽ കനവില്ല, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് സമൂഹത്തിൻ്റെ ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. പക്ഷെ എനിക്കിതിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. സജിന ചെയ്തുകൊണ്ടിരിക്കുന്നത്, സജിന ചെയ്തത് ഒരിക്കലും മറക്കുകയില്ല. ഞാൻ അതിൻ്റെ പുറകിൽ നിന്ന് ഇനി എന്നെ കൊന്നു കളഞ്ഞാൽ പോലും ഞാൻ പിന്മാറത്തുമില്ല. സജിനയുടെ റസൂൽ പൂക്കുട്ടിയുടെയും കഥ ഒരിക്കലും അവസാനിക്കാനും പോകുന്നില്ല, അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് ചെറുതൊന്നുമല്ല, ഇനി വലുത് 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 വരാനിരിക്കുന്നത്. എനിക്കിത് പ്രൂവ് ചെയ്യണമായിരുന്നു ഗൈസ്. എൻ്റെ സംസാരത്തിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഇറിറ്റേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം ഒരു പ്രശ്നമാണ്. അത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷയം ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ പ്രശ്നം ഇവിടെ തീരുന്നില്ല, ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ബാക്കി വേറെ എന്തെങ്കിലും, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യണ നേരം കൊണ്ട് പുതിയതായാലും പൊട്ടിപ്പുറപ്പെട്ടോ എന്നുള്ള കാര്യം അറിയില്ല. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ കമൻറ്റ് ചെയ്യും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.